ശുചിത്വസുന്ദരവും പച്ചപ്പ് നിറഞ്ഞതുമായൊരു നാടിനെ വികസന സങ്കല്പത്തിൽ സ്വപ്നം കാണുന്നവനാണ് ഏതൊരു വ്യക്തിയും. ഇന്ത്യയിൽ ദൈവത്തിന്റെ സ്വന്തം നാടായി കേരളം മാറുന്നതും ആ സവിശേഷതകളിലാണ്. ആധുനിക കാലത്ത് കേരളം ഒരൊറ്റ നഗരമായി മാറിയപ്പോൾ ഗുണങ്ങൾ മാത്രമല്ല നമുക്കുണ്ടായത്, നദികളിലും റോഡ് വക്കിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും കൂടിയാണ്. കേരളം നേരിടുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് സുസ്ഥിരമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിത കേരളം മിഷൻ മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന ക്യാമ്പയിൻ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുന്നത്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ മാലിന്യരഹിതമാക്കി മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വീടുകളിലെയും കോളനികളിലെയും ഫ്ളാറ്റ് സമുച്ചയങ്ങളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും കമ്പോളങ്ങളിലെയും വ്യവസായ സ്ഥാപനങ്ങളിലെയും മാലിന്യം സംസ്കരിക്കുന്നതിന് നിരവധി പദ്ധതികളാണ് ഹരിത കേരളം മിഷൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ കുടുംബശ്രീയുടെ സഹായത്തോടെ ഹരിതകർമ്മസേന അല്ലെങ്കിൽ ഗ്രീൻ ആർമി രൂപീകരിച്ചിരിക്കുന്നത്. ഒരു തദ്ദേശ സ്ഥാപനത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചുമതലകളും പ്രയോഗത്തിൽ വരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം ഹരിതകർമ്മസേനയ്ക്കാണ്. കുടുംബശ്രീ മിഷന്റെ പൂർണ്ണമായ ചുമതലയിലായിരിക്കും ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് തദ്ദേശ സ്ഥാപനതല പരിശീലനങ്ങൾ. ഇതിനാവശ്യമായ പിന്തുണ ശുചിത്വ മിഷനും കിലയും നൽകും. ഹരിതകർമ്മസേനയുടെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിലായി മാലിന്യ ശേഖരണം, മാലിന്യങ്ങൾ വേർതിരിക്കൽ, മാലിന്യ സംസ്കരണം എന്നിങ്ങനെയാണ് നടക്കുന്നത്. നിശ്ചിത ഇടവേളകളിൽ അവർ വീടുകൾ സന്ദർശിക്കുകയും വീടുകളിൽ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ആവശ്യമെങ്കിൽ സാങ്കേതിക സഹായം നൽകുകയും പേപ്പർ, പ്ലാസ്റ്റിക്, ലോഹങ്ങൾ ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളും അപകടകരമായ ഗാർഹിക മാലിന്യങ്ങളായ ട്യൂബ് ലൈറ്റ്, കുപ്പികൾ, മറ്റ് ഇലക്ട്രോണിക് വേസ്റ്റുകൾ തുടങ്ങിയവ പുനഃചംക്രമണത്തിനായി കേന്ദ്രീകൃത സ്ഥാപനത്തിലേക്ക്, അതായത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും ശരിയായ രീതിയിൽ കമ്പോസ്റ്റിംഗ്, ബയോഗ്യാസ് പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനും ഹരിതകർമ്മസേന സഹായിക്കുന്നു. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ട മാലിന്യങ്ങൾ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിലേക്കും തുടർന്ന് തരംതിരിച്ച റിസോഴ്സ് റിക്കവറി സംവിധാനത്തിലേക്കും മാറ്റുന്നു. ഇവിടെ പുനഃചംക്രമണം ചെയ്യുവാൻ കഴിയുന്നവ, കഴിയാത്തവ എന്നിങ്ങനെ വേർതിരിച്ച് പുനഃചംക്രമണം ചെയ്യുവാൻ കഴിയാത്തവ ഷ്രെഡിംഗ് നടത്തി റോഡ് ടാറിങ്ങിനായി ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെ കൃത്യമായ പദ്ധതികളിലൂടെ മാലിന്യത്തിന്റെ അളവ് കുറച്ചും മാലിന്യ സംസ്കരണത്തിൽ കൃത്യതയും ചിട്ടയും പാലിച്ചും ആരോഗ്യകരവും ഉപകാരപ്രദവുമായ സാമൂഹിക ശുചിത്വം പ്രാവർത്തികമാക്കി മുന്നേറുകയാണ് ഹരിത കേരള മിഷൻ. മാലിന്യ സംസ്കരണത്തിലൂടെ സംസ്കാര സമ്പന്നമായൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ പങ്കാളികളായി, രാജ്യത്തിന് മാതൃകയായി, വികസിത രാജ്യങ്ങൾക്ക് തുല്യമായി കേരളത്തെ മാറ്റുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ നമ്മുടെ നാടിന്റെ സമ്പത്താണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ച പുരോഗമനപൂർണമായ നാടിന്റെ പച്ചക്കൊടിയാണ്.